എല്ലാ മനുഷ്യരിലും ദൈവീകവും ആസുരീകവുമായ അല്ലെങ്കിൽ നല്ലതും ചീത്തയുമായ ഗുണങ്ങളുണ്ട്. ഇതിൽ നമുക്കും മറ്റുള്ളവർക്കും ഒരുപോലെ ഗുണപ്രദമായിട്ടുള്ളവയാണ് നല്ല ഗുണങ്ങൾ അല്ലെങ്കിൽ ദൈവീകമായ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അത്തരം ഗുണങ്ങളെയാണ് നമ്മൾ കൂടുതൽ വികസിപ്പിച്ചെടുക്കേണ്ടത്. അവ ജീവിതത്തിൽ നല്ല മാർഗങ്ങൾ നമുക്ക് കാണിച്ചു തരും. ആസുരികമായ ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ തന്നെ അതിനെ വിശകലനം ചെയ്തു മാറ്റി നിർത്താൻ നമ്മൾ പഠിക്കണം. അതിന് ധാർമ്മിക ചിന്തകളും മൂല്യങ്ങളും നമ്മെ സഹായിക്കും. രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയുമൊക്കെ നമ്മെ സഹായിക്കുന്നത് ഇത്തരം ആസുരികവും ദൈവികവുമായ ചിന്തകളെ വിശകലനം ചെയ്യാനും മനസ്സിലാക്കാനുമാണ്. അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ ആസുരികമായ ചിന്ത നമ്മളെ നയിക്കുന്നത് ദുർമാർഗത്തിലേക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവയെ വളരാൻ അനുവദിക്കാതെ നല്ല ചിന്തകളിലേക്ക് നമ്മളെ വഴിതിരിച്ചു വിടാൻ നമ്മൾക്ക് ശ്രമിക്കാൻ സാധിക്കും. ചിന്തകളെ നല്ല വഴികളിലേക്ക് തിരിച്ചുവിടാൻ നാം ചെയ്യേണ്ടത് ലോകത്തിന് നന്മ നൽകുന്നു എന്നുറപ്പുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുകയോ വ്യക്തികളെയും അവരുടെ ആശയങ്ങളെയും കുറിച്ചുമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുക എന്നതാണ്. ഇതിനെ സത്സംഗം എന്ന് പറയും. അവ നമ്മളെ ഓരോ നിമിഷത്തെയും ചിന്തകളെ ശരിയായ രീതിയിൽ വിശകലനം ചെയ്യാൻ സഹായിക്കും. സദ്ഗുണങ്ങളെ അവ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും നമ്മളും കൂടി ശ്രമിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവരണം.